സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രാധിക പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ഭഗവാനോട് പറയണേ, ഭഗവാനെ അറിയാലോ, വരൺ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസമാണ്. കുറേ നാളായി പല പല സ്ഥലത്തായിട്ട് വരൺ ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുക. ഇത്തവണ ആപ്ലിക്കേഷൻ അയച്ച കാര്യം വരൺ തന്നെ മറന്നുപോയിട്ടും അവരിങ്ങോട്ട് വിളിച്ച് ഓർപ്പിച്ച കാര്യമോ അത് ഭഗവാനായിട്ട് ഞങ്ങൾക്ക് തന്നൊരു പിടിവള്ളിയാണെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. അതങ്ങനെ തന്നെ ആവണേ. അങ്ങനെ രാധികയുടെ ഭഗവാനോട് തൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം താണ്ടോ വരണോ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ രാധിക പറയുന്നതൊക്കെ വരണോ ശ്രദ്ധിച്ച് കേൾക്കുവാണ്. ഈ സമയം രാധിക പറയുന്നുണ്ട്, ഇത്തവണ എന്താ നിൻ്റെ ഉദ്ദേശം? വരണ് വീണ്ടും അവിടെ കൊണ്ടുപോയി നാണം കെടുത്ത് വിടാനാണോ? ഇത്തവണ അങ്ങനെയൊന്നും നടക്കരുത്. ഈ ജോലി വരണ് തന്നെ കിട്ടണം. നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അതിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എത്ര നാളായി ഈ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട്? ഇതിനൊക്കെ ഒരു അവസരം വേണ്ടേ? ഇനി എൻ്റെ വരണിനെ ഇങ്ങനെ പരീക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും വേണമെങ്കിലും എനിക്ക് തന്നോളൂ, അതിലെനിക്കൊരു പരാതിയില്ല. പക്ഷേ ഇനി എൻ്റെ വരണിനായിട്ട് ഇങ്ങനെ അലയിക്കരുത്. ഈ ജോലി വരണ്ട് തന്നെ കൊടുക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് രാധിക പ്രാർത്ഥിച്ച് കഴിഞ്ഞ് തിരിയുമ്പോഴായിരിക്കോട്ടോ അവിടെ പിന്നെയും വന്ന് നിൽക്കുന്ന വരണിനെ കണ്ട് രാധിക പേടിച്ചു പോകുന്നത്. ഇതെപ്പോൾ വന്നു? അന്നേരം വരൺ ചോദിക്കണേ, അത് ശരി, അപ്പോൾ ഇതൊക്കെയായിരുന്നല്ലേ പ്രാർത്ഥനകൾ? ഭഗവാനെ എപ്പോഴും ഇതുപോലെ ഭീഷണിപ്പെടുത്തുവാണല്ലേ പതിവ്? നമ്മൾ നോക്കുമ്പോൾ എന്താ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന നല്ലൊരു ഭക്ത. എന്നാൽ വാ തുറന്ന് ഭഗവാനോട് പറയുന്നത് എന്തൊക്കെയാണെന്ന് കേട്ടപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഭഗവാനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുവാണല്ലേ അപ്പം. അന്നേരം രാധിക പറയണേ, എൻ്റെ വരൻ്റെ കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ ഇരിക്കും. ഇറങ്ങാൻ നിൽക്കുവാണോ? അതെ, എന്നാൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കോ, ഭഗവാൻ എല്ലാം ഭംഗിയാക്കി തരും. അങ്ങനെ വരണും രാധികയും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാണ്. അതിനുശേഷം വരണും രാധികയും പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം വരുൺ സ്കൂട്ടിക്കാണ് പോകാൻ നിൽക്കുന്നത്. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, സ്കൂട്ടിക്ക് തന്നെയാണോ വരുൺ പോകുന്നത്? അതേടോ, അല്ലെങ്കിലേ അവിടെ ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി കുറേ നേരം കാത്തു നിൽക്കണം. പിന്നീട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെ കാത്തിരിപ്പ് തുടരണം. എന്നാൽ സ്കൂട്ടിക്ക് പോകുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് തിരിച്ചു വരാമല്ലോ. അതൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും ഇതിനു മുമ്പൊക്കെ കാറിലും വലിയ വലിയ വണ്ടിയിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വരുൺ ഇപ്പോൾ വെറും ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ കാണുന്നവരൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കില്ലേ? എടോ, തൻ്റെ മനസ്സിൽ ഇപ്പോഴും അത്തരത്തിലുള്ള വലിയ വലിയ ചിന്തകളൊക്കെ ഉണ്ടോ? എന്നാലേ അതിനെയൊക്കെ അങ്ങ് വെട്ടി മാറ്റി വെക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതെങ്കിലും ഒരു വണ്ടിയായിട്ടുണ്ടല്ലോ, അത് മാത്രം ഓർത്താൽ മതി. അതെ, നല്ലൊരു കാര്യത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, താൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമോ. മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. അന്നേരം രാധിക പറഞ്ഞേ, ശരി ശരി ശരി, ഇനി ഞാനായിട്ട് വരൻ്റെ മൂടൊന്നും കളയുന്നില്ല. എന്നാൽ പിന്നെ സമയം കളയണ്ട, കൃത്യസമയത്ത് അവിടെ എത്താനുള്ളതല്ലേ. ശരി, എന്നാൽ തിരിച്ചു വന്നിട്ട് കാണാം. വരൺ നോക്കിക്കോ, ഈ ജോലി എന്താണെങ്കിലും വരണ്ട് തന്നെ കിട്ടും, എനിക്കുറപ്പാണ്. ഓ ശരി. അങ്ങനെ പറഞ്ഞ് വരുൺ സ്കൂട്ടർ എടുത്ത് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് വണ്ടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വരണിനെയാട്ടോ കാണിക്കുന്നത്. ഈ സമയം സോനയും സോനൻ്റെ ഫ്രണ്ട്സും കൂടി ജീപ്പിൽ അതുവഴി വരുമായിരിക്കും. അവരാണെങ്കിൽ ജീപ്പിലൂടെ കൂകിയും വിളിച്ചും ഒച്ചയൊക്കെ ഉണ്ടാക്കിയും അലറി ചിരിച്ചുകൊണ്ടൊക്കെയാണ് വണ്ടിയിലൂടെ പോകുന്നത്. അന്നേരം വരണ്ട വണ്ടി മുമ്പിൽ പോകുന്നത് കൊണ്ട് ജീപ്പ് പലതവണ ഹോൺ അടിക്കുകയും സ്പീഡിൽ വന്ന് വരണിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം ആ വണ്ടി പെട്ടെന്ന് വെട്ടിച്ച് കയറുന്നതും വരണിൻ്റെ ബാലൻസൊക്കെ പോകുന്നുണ്ട്. വരണും ദേഷ്യത്തിൽ അവരുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുക. എന്നിട്ട് ആ ജീപ്പുകളിലെ ആൾക്കാരെ നിർത്തിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഈ സമയം ആ പയ്യന്മാർ വീണ്ടും വരണ്ട് നോക്കി കളിയാക്കിക്കൊണ്ട് കൂകുവാണ്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ജീപ്പ് എടുത്തുകൊണ്ട് പോകുവാണ് കേട്ടോ സോന. അതുകൊണ്ട് ദേഷ്യത്തിൽ നോക്കി നിൽക്കുമായിരിക്കും വരുൺ. ഇതേ സമയം ഒരു സ്കൂളിൽ പോകാനായിട്ടൊരു പെൺകുട്ടി അച്ഛൻ്റെ കൈയും പിടിച്ച് അവിടെ കൂടി നടന്നു വരുമായിരിക്കും. പെട്ടെന്ന് ആ കുട്ടി റോഡിലേക്ക് ഇങ്ങനെ ഓടി വരുമ്പോഴായിരിക്കും കേട്ടോ സോന ജീപ്പിൽ ചീറിപ്പാഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നത്. പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തുന്നതും ആ കുട്ടിയെ ഇടിച്ചിടുവാണ്. അങ്ങനെ നെറ്റി പൊട്ടി കുട്ടിയുടെ നെറ്റിയിൽ നിന്നും ചോരൊലിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ആളുകളെല്ലാം മൂടിക്കൊടുന്നുണ്ട്. ഈ കാഴ്ച കാണുന്നതും വരണം അങ്ങോട്ടേക്ക് വണ്ടി അടുപ്പിക്കുവാണ്. അന്നേരം ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുക. എന്തായി കാണിച്ചത്? നീയൊക്കെ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? കൊച്ചിനെ നെട്ടിപ്പൊട്ടിയത് കണ്ടില്ലേ? മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഈ സമയം സോനയും ഫ്രണ്ട്സും ജീപ്പിൽ നിന്നും പുറത്തിറങ്ങുവാണ്. അന്നേരം വരണം എത്തുന്നുണ്ട്. നീയൊക്കെ കുറേ നേരമല്ലോ തുടങ്ങിയിട്ട് റോഡിലൂടെ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? ഈ കുട്ടിയുടെ തലയിൽ നിന്ന് ചോരൊലിക്കുന്നത് കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ നീയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കണം. അന്നേരം സോന ചോദിക്കണേ, അതെ, ഇതൊക്കെ പറയാൻ നീ ഏതാ? ഇതെന്താ നിൻ്റെ കൊച്ചാണോ? അച്ഛനും മോളും കൂടി എന്താ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പിടുങ്ങാനായിട്ട് ഈ അവസരം മുതലാക്കാൻ ശ്രമിക്കുവാണോ? അന്നേരം വരുൺ പറയണേ, ദേ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ?
ഇതേ സോനയാണ്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല. ഈ സോന എനിക്കിഷ്ടമുള്ള രീതി വണ്ടി ഓടിക്കും. ചിലപ്പോൾ പലരും ഇടിച്ചിട്ടൊന്നുമിരിക്കും. അതിൽ ആരും എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് പേഴ്സിൽ നിന്നും കുറച്ച് പൈസ എടുക്കുവാണ് കേട്ടോ സോന. എന്നിട്ടത് വരണിൻ്റെ മുഖത്ത് നിന്ന് എന്നെ പിടിച്ചിട്ട് പറയണേ, ദേ ഇതാ, ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിനക്കുള്ള കൂലിയും പിന്നെ ഹോസ്പിറ്റൽ ചിലവും ഒക്കെ ചേർത്തുള്ള തുകയുണ്ട്. ഇതിനു വേണ്ടിയല്ലേ ഇത്ര ഒച്ചയുണ്ടാക്കിയത്? ഇതാ എടുത്തോണ്ട് പൊക്കോ എന്നും പറഞ്ഞ് ആ പൈസ വരുണിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്നും ജീപ്പിലേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം വരുൺ സോനയുടെ കൈ പിടിച്ച് നിർത്തുക. എന്നിട്ട് പറയണേ, അങ്ങനെ അങ്ങ് പോയാലോ? ഈ കുഞ്ഞിനെ നീ തന്നെ നിൻ്റെ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് പോയാൽ മതി. എനിക്ക് സൗകര്യമില്ലെന്നല്ലേടാ നിന്നോട് പറഞ്ഞത്. അന്നേരം വരുണാണെങ്കിൽ സോനയുടെ കരണ്ടക്കുട്ടിക്ക് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് സോനയുടെ ഫ്രണ്ട്സും എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കുവാണ്. അത്ര ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് വരുൺ അവളുടെ കരണത്തിലടിച്ചത് കാരണം സോനയാണെങ്കിൽ ആകെ കലിയിളകി നിൽക്കുക. എന്നിട്ട് ഫ്രണ്ട്സിനോട് പറയണേ, എടാ ഇവൻ വെറുതെ വിടരുത്, കൊന്നു കളഞ്ഞേക്ക്. അങ്ങനെ സോനയുടെ ഫ്രണ്ട്സ് തല്ലാനായിട്ട് വരുണിൻ്റെ അരികിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം വരുൺ അവരുടെ രണ്ടുപേരുടെയും ചെവിക്ക് പിടിച്ച് തിരിക്കുവാണ്. അന്നേരം രണ്ടുപേരും വേദന എടുത്ത് കരഞ്ഞ് ഞങ്ങൾ വിടണേന്നും പറഞ്ഞ് കരഞ്ഞ് അവിടെ നിന്നും മാറി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, ചേട്ടാ കുട്ടീനെ കൊണ്ട് വണ്ടി കയറ്, ഇവള് തന്നെ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. മര്യാദക്ക് കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അല്ലാതെ നിനക്കിനി ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഈ സമയം വേറെ വഴിയില്ലാതെ സോനക്ക് വരുൺ പറയുന്നത് പോലെ ചെയ്യേണ്ടി വരുവാണ്. സോന എന്നിട്ട് ഫ്രണ്ട്സിനെ വിളിക്കുക, വന്ന് വണ്ടി കയറടാ. അന്നേരം വരുൺ പറയണേ, ആ എങ്ങോട്ടാ? തൽക്കാലം മോളുടെ ഫ്രണ്ട്സ് ഇവിടെ തന്നെ നിൽക്കട്ടെ, നീ ആദ്യം ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക്. കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഫ്രണ്ട്സിനെ നിനക്ക് കൂടെ കൂട്ടാം. അതുവരെ നിൻ്റെ ഫ്രണ്ട്സിനെ ഞങ്ങൾ നോക്കിക്കോളാം. ദേ ഇവരോട് നീ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താലുണ്ടല്ലോ, അതിൻ്റെ ഫലം നിൻ്റെ ഈ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരും. അക്കാര്യം മോളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. കയറി വണ്ടി എടുക്കടി, നിന്നോടല്ലേ വണ്ടി എടുക്കാൻ പറഞ്ഞത്. അന്നേരം ദേഷ്യത്തിൽ സോന വണ്ടി കയറിയിരിക്കുക. എന്നിട്ട് പറയണേ, എടാ നീ ഈ സോനെ തോപ്പിച്ചു എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്നു വേണ്ട. ഇപ്പം നിനക്ക് ചെറിയൊരു വിജയം കിട്ടിക്കാണും. എന്നാൽ നോക്കിക്കോ, നിന്റെ തോൽവികൾക്കുള്ള ഒരു വലിയ തുടക്കമാണ് നീ ഇവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. സോനയോട് നേരിട്ട് കളിച്ചവരാരും പിന്നെ ജീവനോടെ നിന്നിട്ടില്ല. നിനക്കുള്ളത് ഞാൻ തന്നോളാടാ എന്നും പറഞ്ഞ് സോനയാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് വണ്ടിമെടുത്ത് പോകുവാണ്. ഈ സമയം വരുൺ സോനയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ, അതെ നിങ്ങളുടെ ഫ്രണ്ട്സ് തിരിച്ചു വരുമ്പോൾ അവളെ ശരിക്കും എന്ന് പറഞ്ഞ് ഉപദേശിക്കണം കേട്ടോ. റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കുറച്ചൊക്കെ മര്യാദയോടെ വണ്ടി ഓടിക്കാൻ പറയണം, അല്ലെങ്കിൽ ആൾക്കാർ ഇതുപോലെ പെരുമാറും. ചേട്ടന്മാരെ ഇവന്മാരെയൊക്കെ നല്ലപോലെ ഒന്ന് സൂക്ഷിച്ചേക്ക്. അങ്ങനെ പറഞ്ഞ് വരുൺ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ്. അവിടെ യശോദ മുറ്റത്ത് തുണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് കേട്ടോ പ്രിയങ്കയും മുത്തശ്ശിയും കാറിൽ വന്നിറങ്ങുന്നത്. അത് കാണുന്നതും യശോദ ഉടനെ തന്നെ അകത്തേക്ക് രാധികയുടെ അരികിലേക്ക് ചെല്ലുക. മോളെ ദേ അമ്മയും പ്രിയങ്കയും വന്നിട്ടുണ്ട്. അത് കേൾക്കുന്നതും രാധികയും ഞെട്ടുക. അവർ വീണ്ടും വന്നോ? അതേന്നേ, അന്നിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുപോലെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്ന് തോന്നുന്നു. അമ്മേനെ നാണം കെടുത്തണം, അതിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അമ്മ വാ, മുത്തശ്ശി എന്താണെങ്കിലും നല്ല ഉറക്കോ. മുത്തശ്ശി ഉണരുന്നതിന് മുമ്പ് രണ്ടിനെ ഇവിടെ നിന്ന് പുറത്താക്കണം. അങ്ങനെ പറഞ്ഞ് രാധികയും യശോദാമ്മയും കൂടി പുറത്തേക്ക് എത്തുവാണ്. ഈ സമയം സുകുമാരി പറയണേ, ഓ അത് ശരി, ഞാൻ കരുതി ഞങ്ങൾ കണ്ടതും നിൻ്റെ അമ്മ ഓടി അകത്തേക്ക് പോയതാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് നിന്നെ വിളിച്ചുകൊണ്ട് പോരാൻ വന്നിരിക്കുവാന്ന്. അല്ല ബാക്കിയുള്ളവരൊക്കെ എന്തേ? എല്ലാവരും കൂടി വന്നാലല്ലേ ഒരോളുള്ളൂ അല്ലേ മോളെ? പിന്നെ അല്ലാതെ മുത്തശ്ശി, അവർക്കിപ്പോൾ പുറത്തേക്ക് വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറി ചെല്ലും. ഇവിടെ വരെ എത്താമെങ്കിൽ പിന്നെ അകത്തേക്ക് കയറാനാണോ പാട്? അന്നേരം യശോദ ചോദിക്കണേ, അമ്മ ഇതെന്ത് ഉദ്ദേശത്തിലാണ് വീണ്ടും വന്നിരിക്കുന്നത്? വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ? ഉണ്ടാക്കാനാണെങ്കിൽ ഈ പടി അടക്കാൻ പറ്റില്ല. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എന്നോട് ഈ പടി കയറരുതെന്ന് പറയാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? നിനക്ക് ഈ വീട്ടിലെ ഒരവകാശവും ഇല്ല. പിന്നെ ഈ നിൽക്കുന്നവൾ, ഇവൾക്ക് ആറ്റുവാശ്ശേരിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ. അന്നേരം പ്രിയങ്ക പറയണേ, മുത്തശ്ശി ഈ ആറ്റുവാശ്ശേരി പുരാണം ഒന്ന് നിർത്തുന്നുണ്ടോ? നമുക്കല്ലെങ്കിലും ഈ വീട്ടിൽ കയറേണ്ട വല്ല കാര്യമുണ്ടോ? ഈ കാലിത്തൊഴുത്തിലായിരുന്നല്ലോ ഇത്ര നാൾ നമ്മൾ ജീവിച്ചത്. ഇപ്പോഴല്ലേ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ലോകം കാണാനും ആസ്വദിക്കാനും തുടങ്ങിയത്. അത് ശരിയാ മോളെ. ഈ സമയം ദേവനും അങ്ങോട്ടേക്ക് എത്തുക. എന്താ യശോദേ, എന്തായി ഒരു വീണ്ടും വന്നിരിക്കുന്നത്? അന്നേരം സുകുമാരി പറയണേ, എന്താടാ ദേവ, നിനക്ക് അത്ര ധൃതിയായോ അറിയാൻ? ഞങ്ങൾ പറയാനും കാണിക്കാനും വേണ്ടി തന്നെയാണല്ലോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എടോ മാനേജറെ, അതിങ്ങെടുത്ത് ഇവരൊന്ന് ശരിക്കും കാണിച്ചു കൊടുക്ക്. അങ്ങനെ മാനേജർ പ്രിയങ്കയുടെ പുതിയ സിനിമയുടെ പോസ്റ്റർ ഉണ്ടല്ലോ, അത് അവരെല്ലാവരെയും കാണിക്കുവാണ് കേട്ടോ. പ്രിയങ്കയും മുത്തശ്ശിയും കൂടി കൂടെ നിൽക്കുന്ന
ഒരു വലിയ പോസ്റ്റർ തന്നെയാണ് അവരെ കാണിക്കുന്നത്. അങ്ങനെ ആ പോസ്റ്റർ കണ്ട് രാധികയും യശോദയും ദേവനും ഒക്കെ അതിലേക്ക് തന്നെ നോക്കുവാണ്. എന്നിട്ട് അവരെ കളിയാക്കിക്കൊണ്ട് മുത്തശ്ശി ഓരോന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി പറയണേ, കണ്ടില്ലേ, എൻ്റെ പ്രിയങ്കമോളുടെ പടമാണ് ഇനി നാട്ടിൽ മുഴുവൻ പരക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയങ്കമോൾ അഭിനയിച്ച സിനിമ ഈ ഓണത്തിനാണ് റിലീസാവാൻ പോകുന്നത്. വലിയ വലിയ പടങ്ങൾക്കൊപ്പം എൻ്റെ മോളുടെ സിനിമയും റിലീസാകാൻ പോകുന്നു. ഇതൊക്കെ കണ്ട് നിൻ്റെയൊക്കെ കണ്ണ് തള്ളിയിട്ടുണ്ടാകുമല്ലേ? എന്നാൽ മറ്റൊരു കാര്യവും കൂടി കേൾക്കാൻ റെഡിയായിരിക്കും. കേരളക്കരയിലേക്ക് പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ സുകുമാരി കാലുകുത്തുകയും കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഈ സിനിമ ഇറങ്ങി വിജയിക്കുന്നതോടെ ഇന്ത്യയിലൊട്ടാകം എൻ്റെ പ്രിയങ്കമോളുടെ മുഖവും അവളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ആയിരിക്കും നിറയാൻ പോകുന്നത്. പിന്നെ ഇത് എൻ്റെ മോളുടെ ഈ സിനിമയുടെ റിലീസിനൊക്കെ മുമ്പുള്ള എന്തു അടിയനെ പറയുന്നത്? പ്രിവ്യൂ ഷോ മുത്തശ്ശി. അത് തന്നെ, പ്രിവ്യൂ ഷോ കാണാനുള്ള ടിക്കറ്റാ ഇതാ എന്നും പറഞ്ഞ് ദേവന് കൊടുക്കുവാണ്ടോ ആ ടിക്കറ്റ്. എന്നിട്ട് പറയണേ, ഈ ടിക്കറ്റും കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സൗജന്യമായിട്ട് കൈയും കാലും ഒക്കെ നീട്ടി സുഖിച്ചിരുന്ന സിനിമ കാണാം. അതിൻ്റെ ഇടയിൽ ജ്യൂസും സ്നാക്സും ഒക്കെ കിട്ടുകയും ചെയ്യും. അതൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാം. അപ്പോൾ എല്ലാവരും വരണം. നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നത്. പിന്നെ ഇവിടെ വേറെ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ. നാണോ മാനോ ഇല്ലാതെ ഇവിടെ വന്ന് താമസിക്കുന്ന രണ്ടുപേര്, കടമംഗലത്തെ വരുണും അവൻ്റെ മുത്തശ്ശി ജയഭാരതിയും. അവരെയും കൂടി വിളിക്കണം കേട്ടോ. അവരും കൂടി കാണട്ടെ തന്നെ എൻ്റെ പ്രിയങ്കമ്മയുടെ വളർച്ച എന്തോരം ഉണ്ടെന്ന്. എന്നാൽ പിന്നെ ഞങ്ങളിറങ്ങട്ടെ. ഞങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനേ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ തൊഴുത്തിൽ കയറി മേയാനാണോ ഞങ്ങൾക്ക് ഇനി സമയം? ഞങ്ങളുടെ സ്റ്റാറ്റസേ അതിനൊന്നും ഇനി അനുവദിക്കില്ലല്ലോ. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി കാറിൻ്റെ അരികിലേക്ക് നടക്കുവാണ്. ഈ സമയം മുത്തശ്ശി നിന്നിട്ട് പറയണേ, അതെ നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ. അന്നേരം ദേവൻ ചോദിക്കണേ, ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അതെന്താ, നിങ്ങൾക്ക് സുകുമാരിയുടെയും പ്രിയങ്കയുടെയും അരികിലേക്ക് വരാൻ പോലും ഭയമാണോ? ഞങ്ങളുടെ അടുത്ത് നിൽക്കാൻ പോലും നിങ്ങൾക്കിപ്പോൾ മുട്ടു പറക്കുന്നുണ്ടോ? ഈ സമയം ദേവൻ യശോദയോടും രാധികയോടും പറയണേ, അതെ നമ്മൾക്ക് വരെ ഭയക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനിയിപ്പം നമ്മൾ അടുത്തേക്ക് ചെല്ലാത്തതിൻ്റെ പേരിൽ അവർക്കിനി ഒരു വിഷമം വേണ്ട. വരൂ നിങ്ങൾ എന്നും പറഞ്ഞ് ദേവൻ യശോദേനെയും രാധികനെയും കൂട്ടി പ്രിയങ്കയുടെയും സുകുമാരിയുടെ അരികിലേക്ക് ചെല്ലുവാണ്ടോ. ഈ സമയം സുകുമാരി അമ്മ ദേവൻ്റെ കയ്യിലിടുന്ന പ്രിവ്യൂയുടെ ടിക്കറ്റ് ഉണ്ടല്ലോ അത് തട്ടിപ്പറിച്ച് വാങ്ങുവാണ്. എന്നിട്ട് പറയണേ, അതെ അങ്ങനെ നീയൊക്കെ എൻ്റെ പ്രിയങ്കമ്മളുടെ സിനിമ അങ്ങനെ ഓസിയിടുന്ന് കാണുകയൊന്നും വേണ്ട. ഇതേ നിന്നെയൊക്കെ ഇവിടെ വന്നൊന്ന് വിളിക്കണം, ഞങ്ങളുടെ സിനിമ തുടങ്ങുന്ന കാര്യം അറിയിക്കണം, അത്ര ഉണ്ടായുള്ളൂ ഞങ്ങൾക്ക്. അന്നേരം പ്രിയങ്ക പറയണേ, എൻ്റെ സിനിമ കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ വന്ന് കാണാൻ നോക്കും. അങ്ങനെയൊക്കെ അവരുടെ വെല്ലുവിളി കേട്ട് ചിരിച്ച് പുച്ഛത്തോടെ നിൽക്കുവാണ്ടോ രാധിക. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് അങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തി പ്രിയങ്കയും സുകുമാരിയമ്മയും അവിടെ നിന്നും കയറി പോകുവാണ്ടോ. ഈ സമയം യശോദ പറയുന്നുണ്ട്, എന്തൊക്കെ അഹങ്കാരങ്ങളാണ് ദേവേട്ട അമ്മയും പ്രിയങ്കയും കൂടി കാണിച്ചു കൂട്ടുന്നത്. ഇതിനൊക്കെ ഒരു അവസാനം എന്നുണ്ടാവുക? അന്നേരം രാധിക പറയണേ, എന്താണെങ്കിലും ആവട്ടെ, ഇനി എന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണെങ്കിലും അതോടെ നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാകുമെന്ന് ആശ്വസിക്കാം. ഈ സമയം ദേവൻ പറയണേ, ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ ഇവരുടെ ഈ ചാട്ടവും അഹങ്കാരവും ഒന്നും അധികം നാളുണ്ടാവില്ല മോളെ. ഭൂമിയുരുണ്ടതാന്നല്ലേ പറഞ്ഞത്. അവസാനം ഒരു കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കളിച്ചോട്ടിൽ തന്നെ വരും. പിന്നീട് കാണിക്കുന്നത് വരുൺ ആ ഒരു ഓഫീസിലെത്തുന്നതാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരെ പല ചോദ്യങ്ങളും വരുണിനോട് ചോദിക്കുന്നുണ്ട്. വരുൺ അതിനൊക്കെ ആൻസറും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധികേനെയാണ്. അങ്ങനെ വരുൺ വരുന്നതും കാത്ത് ഉമ്മർത്ത് തന്നെ നിൽക്കുവാണ്ട് രാധിക. ഈ സമയം വരുണാണെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവിടെ തിരികെ എത്തുന്നുണ്ട്. അന്നേരം വരുണിൻ്റെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷമില്ല. ആകെ നിരാശനായ മട്ടിലാണ് വരുൺ അവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. വരുണിൻ്റെ ആ മുഖഭാവമൊക്കെ കണ്ട് കാര്യം എന്താണെന്നറിയാനായിട്ട് രാധികയും വരുണിൻ്റെ അടിയിലേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്